Okay, a pentagonal pyramid, base edge around 30 mm എടുക്കാം, base edge 30 mm and height 60 mm, right, is resting on one of its base edge on HP, okay, resting on one of its base edge on HP, and is 30-degree inclined to VP, 30-degree inclined to VP. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പെൻറ്റഗണൽ പിരമിഡ് ആണ്. ബേസ് എഡ്ജ് ഇസ് 35 ആൻഡ് ഹൈറ്റ് ദ ആക്സിസ് ഈസ് 60 mm, ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP. ഓക്കെ, ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ബേസിലല്ല, കംപ്ലീറ്റ് ബേസിലല്ല, ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈസ് 30-degree inclined to VP. ഓക്കെ, അപ്പോൾ ആൻഡ് ഈസ് 30-degree inclined to VP എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഏത് എഡ്ജാണോ റെസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് എഡ്ജ് ഈസ് 30-degree inclined to VP. Okay, then അടുത്ത കണ്ടീഷൻ പറയുകയാണ് the axis of the solid or axis of the pyramid, whatever, pyramid is 40-degree inclined to HP. Okay, the axis of the pyramid is 40-degree inclined to HP. Then remaining, draw the orthographic projections of solid. Right, so രണ്ട് ഇൻക്ലിനേഷൻസ് തന്നിട്ടുണ്ട്, ഇൻക്ലൈൻ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP. ദെൻ സോളിഡിൻ്റെ ബേസ് എഡ്ജ് ആൻഡ് ദ ഹൈറ്റ് ഓർ ആക്സിസ്, ഓൾമോസ്റ്റ് ഓൾ ദ ഡയമെൻഷൻസ് ആർ ഗിവൺ. റൈറ്റ്, ഇനിയും നമുക്ക് കണ്ടീഷൻസ് ഇനിയും എക്സ്ട്രാ തരാം. അതിനനുസരിച്ച് നമ്മളുടെ ഫൈനൽ ഫിഗറിൻ്റെ ഓറിയൻറ്റേഷൻ, ഓക്കെ, ഓറിയൻറ്റേഷൻ മേ ബി ഡിഫറെൻറ്റ്, നമുക്ക് കുറച്ചുകൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള, ഇതിപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫിഗറിന് മേ ബി 2 or 4 ഓപ്ഷൻസ്, ഓക്കെ, 4 ആൻസേഴ്സോളം പോസിബിൾ ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്, സോ എ പെൻറ്റഗണൽ പിരമിഡ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് എന്താണെന്ന് കിട്ടും, വിച്ച് ഈസ് എ പെൻറ്റഗൺ. പെൻറ്റഗണിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എത്രയായിരുന്നു പെൻറ്റഗണിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ? 108 ഡിഗ്രി. ഓക്കെ, 108 ഡിഗ്രി. ഞാൻ ആ സോളിഡ് ഒന്ന് എടുത്തോട്ടെ. ഇതിൻ്റെ ഷേപ്സ് എവിടെ? ഓക്കെ, യാ, ഷേപ്സ്. Right, we have the pentagon. So okay, so pentagon's size പറഞ്ഞിരിക്കുന്നത് which is 30 mm, right? So 30 mm ലെ around up to here. Okay, almost 30. So one of its base edge is 30 mm, and in all the cases in our projections of solid we are going to use regular solids. Okay, regular shape, that means all the edges have same length except the rectangle. Okay, rectangle actually അതിൻ്റെ പ്രോപ്പർട്ടി തന്നെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലാണ്. സോ നമ്മൾ പറയുന്ന ബാക്കി ഹെക്സഗൺ ആയാലും പെൻറ്റഗൺ ആയാലും എല്ലാം ട്രയാങ്കിൾ ആയാലും ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ വിച്ച് ഈസ് ഹാവിങ് സെയിം ലെങ്ത്. ഓക്കെ, സോ പിന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ജസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എക്സ് വൈ ലൈൻ. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് എക്സ് വൈ ലൈൻ. റൈറ്റ്, സോ നമ്മൾ പറഞ്ഞു ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വി ആർ ഗോയിങ് ടു യൂസ് ദ ഫസ്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ദാറ്റ് മീൻസ് ദ ഫ്രണ്ട് വ്യൂ വിൽ ബി ലൈ ഓൺ above the xy line and the top view will lie on the below xy line. Okay, in all the problems നമ്മൾ ലൈൻസ് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വെച്ചിട്ടായിരിക്കും. റൈറ്റ്, ദെൻ അടുത്തൊരു കാര്യം, ജസ്റ്റ് എ സെക്കൻഡ്.
റൈറ്റ്. സോ നമ്മളോട് പറഞ്ഞു ദ പെൻറ്റഗണൽ പിരമിഡ് ഈസ് ബേസ് എഡ്ജ് 30 ആൻഡ് ഹൈറ്റ് 60. സോ നമ്മൾ സോളിഡ് തീരുമാനിച്ചു, ഷേപ്പ് എന്താണെന്ന്. ഷേപ്പ് നമ്മൾ പെൻറ്റഗൺ വരച്ചു 108 ഡിഗ്രി. റൈറ്റ്. ഇപ്പം തൊട്ട് മുമ്പ് ചെയ്തതായിട്ടും ഇപ്പോൾ ഉള്ള ഓറിയൻറ്റേഷൻ നമുക്ക് ഏത് ഓറിയൻറ്റേഷനിൽ വേണമെങ്കിലും ഇത് വെക്കാം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തിട്ട് ഏത് ഓറിയൻറ്റേഷനിൽ വേണമെങ്കിലും വെക്കാം. നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ദർ. Then is resting on one of its base edge on HP. Okay, so the first condition is one of the base edge is resting on HP. റൈറ്റ്. നമ്മൾ പറഞ്ഞു ഏതൊരു സോളിഡിൻ്റെയും പ്രോബ്ലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ വ്യൂ വിച്ച് ഈസ് ഹാവിങ് ദ ബേസ് ഷേപ്പ് ഈസ് വിസിബിൾ. ഓർ ബേസ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ഏത് വ്യൂവിലാണോ ആ ഒരു വ്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫിഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയാണ് ഇഫ് ദ ബേസ്, ദ ടോട്ടൽ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. ഓക്കെ, ഇമാജിൻ ദാറ്റ് ടോട്ടൽ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP ആണെങ്കിൽ ഏത് വ്യൂവിലായിരിക്കും നമുക്ക് ഷേപ്പ് കാണാൻ പറ്റുന്നത്, ബേസ് ഷേപ്പ് കാണാൻ പറ്റുന്നത്? റെസ്റ്റിംഗ് ഓൺ HP, ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് വ്യൂവിലായിരിക്കും നമുക്ക് ബേസ് ഓഫ് ദ സോളിഡ്? ദാറ്റ് മീൻസ് പെൻറ്റഗണൽ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെൻറ്റഗൺ ഈസ് ദ ബേസ് ഷേപ്പ്, റൈറ്റ്? ആ ബേസ് കംപ്ലീറ്റ് ആയിട്ട് HP-യിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, HP-യിൽ ബേസ് കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് വ്യൂവിലായിരിക്കും ആ പെൻറ്റഗൺ കാണുക എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? എനി ഓഫ് യു പ്ലീസ്. ഹലോ, ടോപ്പ് വ്യൂവിലായിരിക്കും നമുക്ക് ആ പെൻറ്റഗൺ കാണുന്നത്, റൈറ്റ്? ഇഫ് ദ ബേസ് ഓഫ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP, വി ക്യാൻ സീ ദ ബേസ് ഷേപ്പ് ഫ്രം ദ ടോപ്പ് വ്യൂ. ഓക്കെ, നേരെ തിരിച്ചും നമുക്ക് പറയാം, ഇഫ് ദ ബേസ് ഓഫ് ദ സോളിഡ്, ദാറ്റ് മീൻസ് ദിസ് പെൻറ്റഗൺ, ഇഫ് ദ ബേസ് ഓഫ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ VP എന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങളുടെ മുമ്പിൽ ഒരു വാൾ ഉണ്ടാവുമല്ലോ, ചുമരുണ്ടാവുമല്ലോ. ആ ചുമരിൻ്റെ മേലെയാണ് ഈ പറഞ്ഞ പെൻറ്റഗണൽ പിരമിഡ് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പെൻറ്റഗൺ വാളിൽ പേസ്റ്റ് ചെയ്യുന്ന തരത്തിൽ പിരമിഡിൻ്റെ എപ്പെക്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. പെൻറ്റഗൺ നമ്മൾ VP-യുടെ മുകളിൽ പേസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു കേസ്. അങ്ങനെയാണെങ്കിൽ ഏത് വ്യൂവിലായിരിക്കും ഈ ബേസ് ഷേപ്പ് കാണാൻ പറ്റുന്നത്? ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ് വ്യൂ? ഫ്രണ്ട് വ്യൂ. ദാറ്റ് മീൻസ് ബേസ് ഓഫ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ VP എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ യു ക്യാൻ സീ ദ ഫ്രണ്ട് വ്യൂ, റൈറ്റ്? ഇപ്പോൾ ലാസ്റ്റ് എന്തൊരു ഓപ്ഷൻ വന്ന് ഞാൻ കേട്ടില്ല. Right. If the base of the solid is resting on VP, okay, resting on VP, we can see the shape, base shape in front view. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്, ഓക്കെ, സ്റ്റാർട്ടിങ് ദ പ്രോബ്ലം, ടോപ്പ് വ്യൂ ആണോ ഫ്രണ്ട് വ്യൂ ആണോ ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ തന്നെ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് ഇൻ വിച്ച് വ്യൂ വി ക്യാൻ സീ ദ ബേസ് ഷേപ്പ്. ഓക്കെ, ഫ്രണ്ട് വ്യൂവിലാണ് നിങ്ങൾക്ക് ബേസ് ഷേപ്പ് കാണുന്നതെങ്കിൽ വി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ, കാരണം ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്, ഫ്രണ്ട് വ്യൂ വിൽ ലൈ എബോവ് ദി XY ലൈൻ. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് ബേസ് ഷേപ്പ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? XY ലൈനിൻ്റെ മേലെ ബേസ് ഷേപ്പ് വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ എപ്പെക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പ് വ്യൂവിലായിരിക്കും കാണുന്നത്. ഇനി നേരെ തിരിച്ച് ഇഫ് ടോപ്പ് വ്യൂവിലാണ് നമുക്കിതിൻ്റെ ബേസ് ഷേപ്പ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ബേസ് ഷേപ്പ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ടോപ്പ് വ്യൂ റീജിയനിലായിരിക്കും. ടോപ്പ് വ്യൂ ഈസ് ബിലോ XY ലൈൻ ആസ് പെർ ദ ഫസ്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഒരു അസംഷനിൽ, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് വ്യൂവിലാണോ ബേസ് ഷേപ്പ് കാണുന്നത് അത് വെച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് കേസ്. ഓക്കെ, ഏത് വ്യൂവിൽ നമുക്ക് ബേസ് ഷേപ്പ് കാണാം, റൈറ്റ്? ഇനി ഈ സോളിഡ് എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത കണ്ടീഷൻ. അതിനനുസരിച്ചാണല്ലോ ഏത് വ്യൂ ആണ് തീരുമാനിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP. കംപ്ലീറ്റ് ബേസ് അല്ല HP കിടക്കുന്നത്, വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺലി, ഒരു എഡ്ജ് മാത്രം. ഫോർ എക്സാമ്പിൾ AB ഓർ BC ഓർ CD, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊരു ബേസ് എഡ്ജ് മാത്രമാണ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇഫ് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP, we can start the problem by placing the whole base, okay,
പ്ലേസിങ് ദ ഹോൾ ബേസ് ഓഫ് ദ സോളിഡ് ഓൺ എച്ച് പി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു എഡ്ജ് എച്ച് പിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി, ദാറ്റ് മീൻസ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഫിഗർ, തേർഡ് സെറ്റ് ഫിഗറിലല്ലേ നമുക്ക് ഫൈനൽ വ്യൂ ഒക്കെ കിട്ടുന്നത്. ഫസ്റ്റ് സെറ്റ് ഈസ് ആൻ ഇമാജിനറി വ്യൂ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് ഫിഗർ ഓർ സിമ്പിൾ പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കംപ്ലീറ്റ് ബേസും എച്ച് പിയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ബേസും എച്ച് പിയിലാണെങ്കിൽ വി ക്യാൻ സീ ദ ഷേപ്പ് ഓഫ് ബേസ് ഇൻ ടോപ്പ് വ്യൂ. ഓക്കെ, അടുത്ത ഒരു ജസ്റ്റ് എ സെക്കൻഡ്. റൈറ്റ്, ഇനി ഞാൻ ഈ ക്വസ്റ്റനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണമെന്നിരിക്കും. ജസ്റ്റ് ഇമാജിൻ അബൌട്ട് ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് റെസ്റ്റിംഗ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ വി പി എന്ന് പറയുകയാണ്. ദാറ്റ് മീൻസ് നമ്മളെ ബേസിലുള്ള ഏതോ ഒരു എഡ്ജ്, ഓക്കെ, ഒരു എഡ്ജ് വി പിയിൽ റെസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അസ്യൂമിങ് ദാറ്റ് ഓൾ ദ ബേസ് ഓർ ഓൾ ദ ബേസ് എഡ്ജസ് ആർ റെസ്റ്റിംഗ് ഓൺ വി പി എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്കതിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ നിവൃത്തിയില്ല, ഓൺലൈൻ ആയതുകൊണ്ട്. റൈറ്റ്, സോ ഏതെങ്കിലും ഒരു എഡ്ജ് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കംപ്ലീറ്റ് ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ വി പി എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. കംപ്ലീറ്റ് ബേസ് വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സീ ദ ബേസ് ഷേപ്പ് ഫ്രം ദി ഇൻ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലായി ബേസ് ഷേപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആളെ നേരെ ഫ്രണ്ട് വ്യൂ റീജിയനിൽ, ദാറ്റ് മീൻസ് എബോവ് എക്സ് വൈ ലൈൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് എ സിമ്പിൾ പൊസിഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി. സോ ഏതോ ഒരു എഡ്ജ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം ബേസ്, കംപ്ലീറ്റ് ബേസ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് അസ്യൂം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ്സ് ദ സിമ്പിൾ പൊസിഷൻ. സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എനി ഓഫ് ദ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓർ വി പി. ഏതെങ്കിലും റെഫറൻസ് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ പറഞ്ഞ ബേസ് ഷേപ്പ് വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഈവൻ പാരലൽ ടു എച്ച് പി ഓർ വി പി ആയിട്ട് ബേസ് വെച്ചാൽ മാത്രമേ നമുക്ക് ഷേപ്പ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ പെൻറ്റഗണിൻ്റെ എഡ്ജസ് ആയാലും ഇൻക്ലൂഡ് ആംഗിളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ മാത്രമാണ്. ഓക്കെ, സോ അവർ കണ്ടീഷൻ ഈസ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. സോ ഫോർ ദ simple position or the first figure, we are going to assume that all the edges or all the base, the whole base is resting on HP. Base complete HP ലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ we can see the base shape or shape of the base from the top view. സോ ഞാൻ എന്ത് ചെയ്തു, ടോപ്പ് വ്യൂവിൽ ഈ പറഞ്ഞിരിക്കുന്ന ബേസ് കാണുന്ന തരത്തിൽ വരച്ചു. ദാറ്റ് മീൻസ് ടോപ്പ് വ്യൂവിലായിരിക്കും ഞാൻ ബേസ് വരയ്ക്കുന്നത്. അതിലും ഈ പറഞ്ഞ ഓറിയൻറ്റേഷൻ നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, പെൻറ്റഗൺ, അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. റൈറ്റ്, ഒരു കോർണർ മുകളിലേക്ക് എക്സ് വൈനോട് പാസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതും ഈ ഒരു ഓറിയൻറ്റേഷനും പോസിബിൾ ആണ്. ഓക്കെ, ഈ ഒരു ബേസ് ഒരു എഡ്ജ് വി പിക്ക് ഇവിടെ പാരലാക്കി വെച്ചിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും വരയ്ക്കാം. വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഇസ് പാരലൽ ടു വി പി ഓർ പാരലൽ ടു എക്സ് വൈ ലൈനായിട്ട് നമുക്ക് വരയ്ക്കാം. ഈ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏത് ഓറിയൻറ്റേഷൻ വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനതൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കാം ഓടിച്ച്. ഓക്കെ,
ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഒരു പെൻറ്റഗണൽ പ്രിസോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോറി. ഓക്കെ, സോ തൽക്കാലം ഒരു സ്ക്വയർ പിരമിഡ് എടുത്തിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. അതിന് ജസ്റ്റ് ഒരു ഫ്രണ്ട് വ്യൂയിലേക്ക് പോവാം. റൈറ്റ്, കാണാമല്ലോ. ഞാനപ്പോൾ എൻ്റെ സോളിഡ് വെച്ചിരിക്കുന്നത് നോക്കാം. റൈറ്റ്, ടോപ്പ് വ്യൂവിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്, ഓക്കെ, വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ, അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ബേസ് എഡ്ജിനെ പറ്റിയാണ് പറയുന്നത്, ഈ ഒരു എഡ്ജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വന്ന് ഫ്രണ്ട് വ്യൂവിൽ വരികയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ. റൈറ്റ്, ആക്സിസ് ഇവിടെ കാണാം. ഓക്കെ, ആക്സിസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ആ ആക്സിസ് ഇപ്പോൾ 90 ഡിഗ്രി ടു എച്ച് പി ആണുള്ളത്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു എച്ച് പി. റൈറ്റ്, ഇനി ഞാൻ ആ ആക്സിസിനൊരു ഇൻക്ലിനേഷൻ കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 90 ഒരു വാല്യൂ കൊടുക്കുകയാണ്, ലൈക്ക് ദിസ്. ഓക്കെ, നമ്മളോട് ഒരു എഡ്ജ് എച്ച് പിയിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. ഇപ്പോഴും ആ എഡ്ജ് എച്ച് പിയിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണാം നമുക്ക്. ഓക്കെ, ഇപ്പോഴും ആ എഡ്ജ് എച്ച് പിയിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ. റൈറ്റ്, എച്ച് പിയിൽ തന്നെ റെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻക്ലിനേഷൻ കൊടുക്കാൻ പറ്റി. റൈറ്റ്, ഞാൻ ആ ആംഗിൾ ഓൾറെഡി പഴയതുപോലെ തന്നെ ആക്കുകയാണ്. ഇനി ജസ്റ്റ് ഞാൻ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണ്, ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയാക്കി മാറ്റി. റൈറ്റ്, ഒരു കോർണർ ഇവിടെ റൈറ്റ് സൈഡ് വരുന്ന തരത്തിൽ. തൊട്ട് മുമ്പിൽ ചെയ്തത് ജസ്റ്റ് സെക്കൻഡ്, തൊട്ട് മുമ്പിൽ ഒരു എഡ്ജായിരുന്നു ഞാനിവിടെ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ പ്ലേസ് ചെയ്തു, ഒരു എഡ്ജ്. പിന്നീട് അത് ഞാൻ മാറ്റിയിട്ട് ഒരു കോർണർ വെച്ചു. ഓക്കെ, ഇനി ഈ പറഞ്ഞ സോളിഡിന് ഞാൻ ആക്സിസിനൊരു ഇൻക്ലിനേഷൻ കൊടുക്കുകയാണെങ്കിൽ
പിന്നീട് ആ സോളിഡിൻ്റെ എഡ്ജിലായിരിക്കുമോ അല്ലെങ്കിൽ കോർണറിലായിരിക്കുമോ ആ സോളിഡ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? കോർണറിലായിരിക്കും. റൈറ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എൻ്റെ സോളിഡ് സ്റ്റാർട്ട് ചെയ്തത് സിമ്പിൾ പൊസിഷനിൽ ഞാൻ ഇങ്ങനെ ഫിഗർ വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു ഓറിയൻറ്റേഷനിൽ ലൈക്ക് ദിസ്. ഇനി ഞാൻ ആക്സിസിന് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കോർണറിലായിരിക്കും പിന്നീട് ആ സോളിഡ് കിടക്കാൻ പോകുന്നത്. ഓക്കെ, ആക്സിസിന് എങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും ആക്സിസിന് വേറൊരു ഡയറക്ഷനിലോട്ട് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒന്നുകിൽ നമുക്ക് ജസ്റ്റ് സെക്കൻഡ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ആക്സിസുമായിട്ട് ഇൻക്ലിനേഷൻ കൊടുക്കുകയാണ്, എച്ച് പി ആയിട്ട് ഇൻക്ലിനേഷൻ ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലും കൊടുക്കാം. ഇതിപ്പോൾ വേറെ താഴേക്ക് പോയി, അത് നോക്കണ്ട. ഓക്കെ, ഈ ഒരു റൈറ്റ് ഓർ ലെഫ്റ്റ് ഈ ഒരു ഓറിയൻറ്റേഷനിൽ മാത്രമേ നമുക്ക് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വി പിയുടെ ഡയറക്ഷനിലേക്കൊന്നും റൊട്ടേറ്റ് ചെയ്യേണ്ട, ഈ ഒരു റൊട്ടേഷനൊന്നും പോസിബിൾ അല്ല. ഓക്കെ, റൈറ്റ്. സോ ഇതാ ഈ ഒരു റൊട്ടേഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി നമ്മളിപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു കോർണറാണ് ഞാനിവിടെ റൈറ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്ത് വെച്ചതെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ കോർണറിൽ മാത്രമേ റെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് ഓൺ എച്ച് പി. ഓക്കെ, എച്ച് പി ആയിട്ട് റൊട്ടേഷൻ ഉണ്ട് വിച്ച് ഇസ് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളോട് പറയുകയാണ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഷുഡ് സ്റ്റിൽ റെസ്റ്റ് ഓൺ എച്ച് പി. എച്ച് പിയിൽ തന്നെ കിടക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഷുഡ് ബി ഓൺ ദി റൈറ്റ് സൈഡ്. ഓക്കെ, നിങ്ങൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ എങ്ങാനും വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ നോക്കുക എന്താണ് റെസ്റ്റ് ചെയ്യാൻ പറയുന്ന കണ്ടീഷൻ എന്ന് നോക്കുക, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സിമ്പിൾ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂലാണോ ടോപ്പ് വ്യൂലാണോ ആദ്യം സിമ്പിൾ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു കോർണർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ബേസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് എച്ച് പിയിലാണെന്ന് പറഞ്ഞ് എസ്യൂം ചെയ്ത് വരയ്ക്കുക. ബേസ് കംപ്ലീറ്റ് എച്ച് പിയിലാണെങ്കിൽ വി ക്യാൻ സീ ദ ഷേപ്പ് ഓഫ് ദ ബേസ് ഫ്രം ദി ടോപ്പ് വ്യൂ. സോ വി വിൽ സ്റ്റാർട്ട് ദ ഡ്രോയിങ് ഫ്രം ടോപ്പ് വ്യൂ, ദാറ്റ് മീൻസ് ബിലോ ദി എക്സ് വൈ ലൈൻ. റൈറ്റ്, വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് വരുന്നതാണ്. നോക്കാം, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി എന്നതിന് പകരം വളരെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്നാക്കി മാറ്റി വിചാരിക്കുക. ഈ ഒരു ഹോൾ ക്വസ്റ്റ്യനിൽ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓർ ബേസ് കോർണർ എന്നാക്കി. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഞാൻ ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് എൻ്റെ ടോപ്പ് വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിനൊരു ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തിലായിരിക്കും കിടക്കുക, എഡ്ജിലാണോ കോർണറിലാണോ? ഈ ഒരു ഓറിയൻറ്റേഷനിൽ എച്ച് പി ആയിട്ട് ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഡ്ജിലായിരിക്കും കിടക്കുന്നത് അല്ലേ? ഈ എഡ്ജാണ് നമ്മൾ എന്താണോ പേര് കൊടുക്കാൻ പോകുന്നത്, ഈ ഒരു എഡ്ജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോർണറിലാണ് കിടക്കാൻ ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ വി ഷുഡ് പ്ലേസ് ദിസ് സ്ക്വയർ ലൈക്ക് ദിസ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ കിടക്കും. ഇങ്ങനെ എക്സാക്ട്ലി ഈ പറഞ്ഞ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വെക്കണമെന്നില്ല. ഈ പറഞ്ഞ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ, ഇതൊന്ന് വളരെ കുറച്ചൊന്ന് ഇൻക്ലൈൻ ചെയ്താൽ തന്നെ പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് എഡ്ജ് കിടക്കില്ല, ഈ കോർണറിൽ മാത്രമേ കിടക്കുള്ളൂ. സോ ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ദ എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി, നമ്മൾ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സിമ്പിൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഷുഡ് ബി ഓൺ ദി റൈറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് സോളിഡ് റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ എഡ്ജിൽ കിടക്കും. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോഴും വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഷുഡ് ബി ഓൺ ദ റൈറ്റ് സൈഡ്. കാരണം നമ്മളെല്ലാ സോളിഡും റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. തൊട്ട് മുമ്പിൽ നമ്മൾ വരച്ചത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടില്ല. സോ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഷുഡ് ബി ഓൺ ദ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്നുള്ളതല്ല ആക്ച്വലി അതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു വി പി ഓർ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈനായിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഡ്ജിൽ നമുക്ക് കിടക്കും. ഓക്കെ, ഇതിനൊരു പോസിബിലിറ്റി കൂടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ഓർ എക്സ് വൈ ആയിട്ടാണുള്ളത്. ബട്ട് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ സോളിഡ് ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും.
കൺസെപ്റ്റ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ദ സോളിഡ് ഷുഡ് ബി റൊട്ടേറ്റ് ടു ദ ലെഫ്റ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എഡ്ജിൽ കിടന്നോളൂ, ഈ ഒരു എഡ്ജ്. ഓക്കെ, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നു വിചാരിച്ചെങ്കിൽ വരയ്ക്കാം. അങ്ങനെ കണ്ടീഷൻ ഒന്നും പറയാറില്ല, നമുക്ക് എപ്പോഴും റൈറ്റ് ഓർ ലെഫ്റ്റ് എവിടെയും റൊട്ടേറ്റ് ചെയ്യാം. ആൻഡ് ഐ എം ഗോയിങ് ടു റൊട്ടേറ്റ് ദ ഹോൾ സോളിഡ് ടു ദ റൈറ്റ് സൈഡ്. ഓക്കെ, അലോങ് വിത്ത് HP. ഓക്കെ, സോ ഞാൻ എൻ്റെ സിമ്പിൾ പൊസിഷൻ ഫിക്സ് ചെയ്തു. ടോപ്പ് വ്യൂലാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. ബിക്കോസ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. സോ ഐ സപ്പോസ് ദാറ്റ് ഐ ഇമാജിൻ ദാറ്റ് ഓൾ ദ ബേസ് എഡ്ജസ് ആർ റെസ്റ്റിംഗ് ഓൺ HP എന്ന് ഇമാജിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിൽ സോളിഡ് കണ്ടു. ഇനി മാത്രമല്ല, ഈ പറഞ്ഞ ആളുടെ 5 ബേസ് എഡ്ജസ് മാത്രമേ നമ്മൾ വരച്ചുള്ളൂ, റൈറ്റ്, വിച്ച് ഇസ് എ പിരമിഡ്. വി ക്യാൻ സീ ദ എപ്പെക്സ് ആൻഡ് ദ സ്ലാൻഡ് എഡ്ജസ് ഇൻ ദ ടോപ്പ് വ്യൂ, അല്ലേ? നമുക്ക് എപ്പെക്സും കാണാൻ പറ്റും, അതുപോലെ തന്നെ സ്ലാൻഡ് എഡ്ജസും കാണാം. അപ്പോൾ എപ്പെക്സ് കാണണമെങ്കിൽ, എപ്പെക്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ പെൻറ്റഗൺ. ഓക്കെ, ജോമെട്രിക് സെൻറ്റർ ഓഫ് പെൻറ്റഗൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ സ്റ്റാർട്ട് ചെയ്യുക, ഓർ മേ ബി സ്റ്റാർട്ടിങ് ഫ്രം എ കോർണർ എ, ഡ്രോ എ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് എഡ്ജ്. ഓക്കെ, എയിൽ നിന്നാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ എ എന്നൊരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓപ്പോസിറ്റ് എഡ്ജിൻ്റെ, പെൻറ്റഗണിൻ്റെ കേസിലാണ് പറയുന്നത്, ഓപ്പോസിറ്റ് എഡ്ജിൻ്റെ സെൻറ്റർ പോയിന്റിലോട്ട്, ഓർ ഓപ്പോസിറ്റ് എഡ്ജിൻ്റെ പെർപെൻഡിക്കുലർസ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിലായിരിക്കും ഇതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ ഉണ്ടാകും. വേറൊരു കോർണർ കൂടെ സ്റ്റാർട്ട് ചെയ്യുക, ദാറ്റ് മീൻസ് നമുക്കൊരു എക്സാക്ട് പോയിന്റ് കിട്ടാൻ വേണ്ടി സ്റ്റാർട്ടിങ് ഫ്രം ദ ബി. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഓപ്പോസിറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് DE. സോ draw a perpendicular, okay, which is a line right. Exact perpendicular കിട്ടുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു റൂളർ വെച്ചിട്ട് തന്നെ വരയ്ക്കാം. ഈ പറഞ്ഞിരിക്കുന്ന എപ്പെക്സ് ഫൈൻഡ് ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ പിന്നീട് നമ്മളെ കംപ്ലീറ്റ് ഫിഗറും ഹോൾ ഫിഗറും തെറ്റായിരിക്കും. ഓക്കെ, സോ അതൊക്കെ വളരെ കൃത്യമായിട്ട് മീൻസ് ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ആ ഒരു EDക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ ലൈൻ വെച്ചിട്ടുള്ളത്. സോ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഈ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ എപ്പെക്സ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ എപ്പെക്സ് നമ്മളെപ്പോഴും നെയിം ചെയ്യുന്നത് വിച്ച് ഈസ് ക്യാപിറ്റൽ O. സോ ടോപ്പ് വ്യൂ ആയതുകൊണ്ട് തന്നെ വിച്ച് ഈസ് സ്മോൾ ലെറ്റർ O. മാത്രമല്ല എപ്പെക്സിൻ്റെ നേരെ താഴെ ഒരു ജോമെട്രിക് സെൻറ്റർ കൂടെയുണ്ട്. ദാറ്റ് മീൻസ് ദ പോയിന്റ് വിച്ച് ഈസ് പാസിങ് ത്രൂ ദി ആക്സിസ്. ആ പോയിന്റ് നമ്മൾ എന്തായിരുന്നു കോമൺ ആയിട്ട് പേര് കൊടുത്തുകൊണ്ടിരുന്നത്? പേര് ക്യാപിറ്റൽ M, റൈറ്റ്? ക്യാപിറ്റൽ M. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ M ഡാഷ് അല്ല, സോറി, റൈറ്റ്. അപ്പോൾ നമ്മൾ 5 ബേസ് കോർണേഴ്സ് വരച്ചു. ദെൻ എപ്പെക്സ് ആൻഡ് ഓൾസോ ദ ഇമാജിനറി പോയിന്റ് വിച്ച് ഈസ് ഇൻ ദ ആക്സിസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൂടെ ഉണ്ട് ബാക്കി? കുറച്ച് സ്ലാൻഡ് എഡ്ജസ് കൂടെ വരയ്ക്കാനുണ്ട്. ദാറ്റ് മീൻസ് ഫ്രം O to E, then O to C and O to D. ഓക്കെ, O to D. സോ നമുക്ക് 5 സ്ലാൻഡ് എഡ്ജസ് കാണാം, അതുപോലെ തന്നെ 5 ബേസ് എഡ്ജസും കാണാം. Slant edges are OA, OB, OC, OD, OE. Base edges are AB, BC, CD, DE and EA. റൈറ്റ്. അപ്പോൾ അതിൽ 2 കൺസ്ട്രക്ഷൻ ലൈൻസ് കൂടെ വന്നു. ഈ പറഞ്ഞിരിക്കുന്ന 2 പേരും കൺസ്ട്രക്ഷൻ ലൈനാണ് ഫോർ ഫൈൻഡിങ് ദ എപ്പെക്സ്. ആക്ച്വലി ഇത് കണ്ടിന്യൂസ് തിൻ ലൈൻ വെച്ചിട്ടായിരിക്കും വരയ്ക്കുന്നത്, വിച്ച് ഈസ് എ കൺസ്ട്രക്ഷൻ ലൈൻ. ദെൻ ഈ സ്ലാൻഡ് എഡ്ജസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ബേസ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് if the base of the solid is resting on HP എന്ന കണ്ടീഷനിലാണ്, അല്ലേ? ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിലുള്ള ടോപ്പ് വ്യൂ ആണിത്. ആക്ച്വലി നമ്മുടെ കണ്ടീഷനിൽ ബേസ് കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് വ്യൂവിൽ HP-യിൽ റെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് പറയാം ഈ വരച്ചിരിക്കുന്നത് ഒരു ഇമാജിനറി ഫിഗറാണ്, അവർ സിമ്പിൾ പൊസിഷൻ.
our first figure. So ഇമാജിനറി ഫിഗർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എഡ്ജസും, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന എല്ലാ എഡ്ജസും വിച്ച് ഈസ് കണ്ടിന്യൂസ് തിൻ ലൈൻ വിത്ത് 2H പെൻസിൽ. സോ സ്ലാൻഡ് എഡ്ജും നമ്മൾ ഈ വരച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ ലൈനും എല്ലാം ഒരേ സ്ട്രോക്കിലായിരിക്കും ഉണ്ടാക്കുന്നത്, ഒരേ തിക്നെസ്, സെയിം പെൻസിൽ, സെയിം. ഓക്കെ, സോ അത് മായ്ച്ച് കളയേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ധാരണ വേണം ഏതൊക്കെയാണ് സ്ലാൻഡ് എഡ്ജസ്, ഏതൊക്കെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈൻസ് ഉള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. റൈറ്റ്. ഓക്കെ, സോ ദ ഫ്രണ്ട് വ്യൂ ഈസ് കംപ്ലീറ്റഡ്, സോറി ടോപ്പ് വ്യൂ കംപ്ലീറ്റഡ്. ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഇയാളുടെ ആക്സിസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് തീരുമാനിക്കാം. ഹൈറ്റ് ഈസ് ഗിവൺ ആസ് 60 mm ഐ തിങ്ക്. റൈറ്റ്. സോ നേരെ ആക്സിസ് പാസ് ചെയ്യുന്നത് OM ആണ് ആക്സിസ് എന്ന് പറയുന്നത്. സോ ഡ്രോ chain thin line. Okay, chain thin line for axis. Okay, സോ ഞാൻ ഈ OM പ്രൊജക്റ്റ് ചെയ്തിട്ട് ആക്സസ് വരച്ചതാണ് OM എന്ന് പറഞ്ഞൊരു പോയിന്റ്. ദെൻ ഇനി നമുക്ക് കോർണേഴ്സ് ABCDEയുടെ ഫ്രണ്ട് വ്യൂസ് വേണം. ഓക്കെ, നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ബേസ് ഓഫ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP എന്ന കേസിലാണ്. ബേസ് ഈസ് ABCDE. സോ ഇഫ് ദ കോർണേഴ്സ് റെസ്റ്റിംഗ് ഓൺ HP ഇൻ ഫ്രണ്ട് വ്യൂ, the front view point will lies on XY line. Okay, so A dash, B dash, C dash, D dash, E dash, all the points will rest on lie on XY line. ഓക്കെ, സോ നമ്മൾ നേരെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആളെയും പ്രൊജക്റ്റ് ചെയ്യാം. ഞാൻ പ്രൊജക്ഷൻ ലൈൻസ് ജസ്റ്റ് ഒരു ബ്ലൂ കളറിൽ വരയ്ക്കുകയാണ്, ജസ്റ്റ് ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി മാത്രം. ഓക്കെ, പ്രൊജക്ടേഴ്സ് അപ് ടു XY ലൈൻ മാത്രം മതി. ദെൻ B project ചെയ്തു. Then the next one is C. Okay, all the lines should be vertical or perpendicular to XY line. Then D is also the same point. Okay, so നമുക്ക് points നോക്കാം. This will be A dash. Okay, A dash, this point. Then this one B dash, right? B point nearest in the XY line meet to B dash. Then this is C dash, this one over here, C dash, right? D dash evide varum, same point theniyana D dash is lying on XY line, so namukku parayam same point is there. So C dash comma in bracket D dash. Okay, D dash is hidden actually, സിയുടെ തൊട്ട് പിന്നിലാണുള്ളത്. സോ ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം D is hidden with respect to C. Okay, then about E is just behind point B, so B dash comma the same point itself comma E dash, right? The same point actually. Okay, then A is the single point, right? ഇനി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ദിസ് പോയിന്റ്. ഇയാളുടെ പേര് എന്തായിരിക്കും? എനിവൺ പ്ലീസ്? പോയിന്റ് എന്തായിരിക്കും? M dash. ഓക്കെ, അത് വിസിബിൾ ആയിരിക്കുമോ ഹിഡൻ ആയിരിക്കുമോ? പെട്ടെന്ന് ഹിഡൻ ആയിരിക്കും. എക്സാക്ട്ലി, M dash ഈസ് ഹിഡൻ. കാരണം എമ്മിൻ്റെ തൊട്ട് മുന്നിലായിട്ട് BC എന്ന് പറയുന്നത് ഓക്കെ 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 11:40 അല്ലേ? റൈറ്റ്. ഓക്കെ ദെൻ